ഹായ് ഫ്രണ്ട്സ്, കസ്തൂരീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് റൈഡ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് പറയങ്കര കടവിലെത്തിയപ്പോൾ താറാവ് കൃഷി ചെയ്യുന്നൊരു സ്ഥലം കണ്ടു. താറാവ് വാങ്ങിയാലോ എന്നൊരു തോന്നലുണ്ടായി. താറാവ് കൃഷി നടത്തുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വന്ന്. റൈഡേഴ്സ് താറാവ് ചേട്ടാ, താറാവ് വേണേ. എന്താ ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. എത്ര നാളുണ്ട് ഈ താറാവിന്റെ? ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചേട്ടന്റെ കൃഷി രീതി ഒന്ന് പറയാമോ? പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മെഷീനിൽ നിന്ന് താറാവ് എടുക്കുന്നു, മുട്ട വയ്ക്കുന്നു, എടുക്കുന്നു, അതിനെ വളർത്തുന്നു, വളർത്തി ഡ്രസ് ചെയ്ത് ഇങ്ങനെ വിൽക്കുന്നു, ഇത്ര തന്നെ. അപ്പോൾ കൃഷിയൊക്കെ എങ്ങനെ? കൃഷിയൊക്കെ ഇതിന് കൃഷിയുള്ള പാടത്ത്, വിളവെടുക്കുന്ന പാടത്താണ് നമ്മൾ കൊണ്ടുപോയി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് പറ്റത്തുള്ളൂ. ഇത് ഫ്രഷായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. ഉടനെ കട്ട് ചെയ്ത് ഉടനെ എടുക്കുക. റീസറി വെപ്പില്ല. ഫ്രഷായിട്ടുള്ള ഐറ്റം. എത്ര ടൈം എടുക്കും ഇത് റെഡിയാക്കി വരുന്നതിന്? ഒരു താറാവ് എടുക്കുന്നതിന് 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ആ രോമം കൂടെ കംപ്ലീറ്റ് സാധനം പോകും. അത് ഇങ്ങോട്ട് നോക്കിക്കും റെഡിയാക്കുന്നതാണ്. നല്ല ആ പുള്ളിയെടുത്ത് ഇത് നോക്കിക്കട്ടെ. ക്ലീൻ. ഒരു രോമോ ഒരു നാരോ ഒന്നും നിൽക്കുകയില്ല. അഞ്ച് മിനിറ്റ് മതി ഒരു താറാവ് ഡ്രസ് ചെയ്ത് വൃത്തിയാക്കാൻ. താറാവ് കൃഷിക്ക് ഒത്തിരി വെള്ളം വേണം അല്ലേ? താറാവ് കൃഷിക്ക് വെള്ളം വേണം, അത്യാവശ്യമാണ്. കര വളർത്തുന്ന താറാവ് ജയിക്കാനും കൊള്ളത്തില്ല. അതിന് വെള്ളത്തിൽ കിടക്കുന്ന താറാവിന് ടേസ്റ്റ് കൂടുതൽ അതിന് പറ്റത്തില്ല. ഇതിപ്പം ഇത് വെള്ളത്തിൽ കിടക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനെങ്ങനെ അഴിച്ചു വിടുവോ? ഇത് ഇട്ടേക്കോ അല്ലേ? അവിടുന്ന് കുറേശ്ശെ നമ്മൾ പിടിച്ചിടും, ഇന്ന് കണ്ടിക്കാൻ വേണ്ടി. രാവിലെ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ് ചെയ്യത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണം ഇത് വെട്ടത്ത് ചെയ്തില്ല എങ്കിൽ ഇത് വൃത്തിയാകുകയില്ല. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഒരു 10-20 വർഷം. 20 വർഷമായി. താറാവിന് കൊടുക്കുന്ന എന്താ തീറ്റയൊക്കെ? താറാവിന് കൊടുക്കുന്നത് അരി, ഗോതമ്പ്, നെല്ല്, ഇങ്ങനെയുള്ള ധാന്യങ്ങളെ അതിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ബക്കിയാൽ ഇത് പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകി ഇതിൻ്റെ കൊച്ചു കൂടകളും മാംസത്തേലോട്ട് പറ്റിയെങ്കിരിക്കുകയാണ്. അതിന് നമ്മൾ കൊച്ചു ചാട്ടിക്ക് പിടിത് കളയുക. താറാവിന്റെ തൊലി ഉൾപ്പെടെ കറി വെക്കുന്ന ടേസ്റ്റ് കൂടുതൽ അല്ലേ? തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാംസത്തിന് ടേസ്റ്റ് ഇല്ല. ഗുണമുള്ള സാധനം ഗുണം എൻ്റെ തൊലിക്കാം. അത് എൻ്റെ കുറ്റിപ്പൂടെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ കൊച്ചു വിച്ചാതിക്ക് നമ്മൾ പിഴുത് കളയുക. അപ്പോൾ അത് ചെവിടോടെ പോരും. ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടത്. എങ്ങനെയൊക്കെ എൻ്റെ വിലയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഒരു താറാവ് 400 രൂപ, ഒരു 300 വരെയും ഇറച്ചി കിട്ടും. 300 വരെ ഇറച്ചി കിട്ടും. 1 200
ഒന്ന് 150, ഒന്ന് 300. 300 മേലോട്ടേ കിട്ടത്തുള്ളൂ, അതിൽ താഴോട്ട് വരത്തില്ല. ഒരു കിലോയ്ക്ക് ചെയ്താൽ 1 200 താഴെ വരത്തില്ല. രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു അല്ലേ? രാവിലെ വെളുപ്പിനെ മുതലേ തുടങ്ങും. വൈകുന്നേരം പലരും വിളിച്ച് പറയുന്ന വൈകിട്ട് 6 6:30 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലൈവിൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് രോമം നിൽക്കും എന്നുള്ള ഇതിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല. ശരത്ത് ഇന്ന് താറാവ് കറി വെച്ച് പൊളിക്കുമെന്ന് തോന്നുമല്ലോ. ഇന്ന് പൊളിക്കണം. നമ്മളപ്പോൾ താറാവ് കറി വെക്കാൻ പോവാണ്. അതിനായിട്ട് 4 സവാളയും 2 തക്കാളിയും 4 പച്ചമുളകും 10 വെളുത്തുള്ളി അല്ലിയാക്കിയതും 3 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. മോളെ എന്താ ചെയ്യോ? മോള് എന്തെടുക്കോ? ഇവിടെ എന്തിനാ വന്നിരിക്കുന്നേ? താറാവ് കറി വെക്കുവാണോ? താറാവ് കറി വെക്കുവാണോ? നമ്മൾ താറാവ് കറി ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. കുരുമുളക് നമ്മൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 കിലോയുള്ള താറാവിനെയാണ് മേടിച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം 1.5 കിലോ താറാവിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. നമ്മളിവിടെ താറാവ് കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുക്കറിലേക്ക് താറാവ് കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്.
കുറച്ച് തക്കാളി, സവാളയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പേസ്റ്റ് അതും കൂടെ ഈ ഒരു ചേരുവയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഇറച്ചി വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 6 വിസിലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ താറാവ് കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ ഇറച്ചിയുടെയും വേവിനനുസരിച്ചിരിക്കും അത്. ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മൾ കുക്കർ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കുവാണ്. നമ്മുടെ ഇറച്ചി കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഉരുളി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കുകയാണ്. ഉരുളിയിലെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പിലയെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുത്താൽ മതി. അത് വേഗം വഴന്ന് കിട്ടും. കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം വേഗം തന്നെ നമ്മുടെ സവാളയെല്ലാം ഒന്ന് വാടി കിട്ടും. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂടി തുറന്നു. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മസാലപ്പൊടി ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ. നമ്മുടെ ഇറച്ചിക്കറിക്ക് മസാലയുടെയൊക്കെ നല്ലൊരു മണം കിട്ടണമെങ്കിൽ ആ മസാലപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്നിടം വരെ, അതായത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്രേവി നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്.
അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇറച്ചി കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഇറച്ചി കഷ്ണങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ താറാവ് കറി ഏകദേശമെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം. ഈ ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. നമ്മുടെ താറാവ് കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഇളക്കാതെ തന്നെ മൂടി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളി താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ താറാവ് കറിയും മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്. കഴിക്കുമ്പോൾ ആരും നോക്കത്തില്ല. കൊള്ളാവോ? വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.